പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിനെ ഇന്ന് നമുക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും പോരാട്ടങ്ങളുടെയും മധ്യത്തിൽ പ്രത്യേകമായൊരു ദൈവ സാന്നിധ്യം ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ടിടയായി തീരും. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരു പോർക്കളത്തിൽ നിൽക്കുകയാണ്. ഒരു കളിക്കളത്തിലല്ല, നമ്മളൊരു പോർക്കളത്തിൽ നിൽക്കുകയാണ്. 24 മണിക്കൂറും നമ്മൾ ഈ ലോകം, ജഡം, സാത്താനെതിരായി യുദ്ധം ചെയ്യുന്ന ഒരു പോർക്കളത്തിൽ നമ്മൾ ഓരോ ദിവസം തോറുമായിരിക്കുകയാണ്. പോർക്കളത്തിൽ നമ്മൾ പൊരുതി നമ്മൾ ജയമെടുക്കുന്നവരായി തീരണം. പാപത്തിനെതിരായി, പിശാചിനെതിരായി, പാരമ്പര്യ ബന്ധനങ്ങൾക്കെതിരായി, ദുരുപദേശങ്ങൾക്കെതിരായി, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതികൂലത്തിൻ്റെ ശക്തികൾക്കെതിരായി നമ്മൾ ആത്മാവിൽ പോരാടി അഥവാ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആത്മീയമായി നമ്മൾ ജയം പ്രാപിക്കുന്നവരായി തീരുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ തമാശയായിട്ട് നമ്മൾ എടുക്കരുത്. ഓരോ ദിവസം തോറും ആത്മാവിൽ നമ്മൾ ബലപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച്, ദൈവശക്തി പ്രാപിച്ച്, ദൈവിക സാന്നിധ്യം പ്രാപിച്ച്, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച്, ദൈവികമായ വിടുതലുകൾ പ്രാപിച്ച് ഹാലയിൽ ഓരോ ദിവസത്തോറും നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ആത്മാവിൻ്റെ ശക്തിയോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശു 40 രാവും 40 പകലും ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആത്മാവിൻ്റെ ശക്തിയോടെ യേശു ഗലീലയ്ക്ക് മടങ്ങി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കുന്നത്, ഒന്നാമതായിട്ട് ലഭിക്കുന്നത് ദൈവശക്തിയാണ്. നമുക്ക് പ്രാർത്ഥനയിൽ ലഭിക്കുന്നത് ആത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. ആത്മശക്തി പ്രാപിക്കുവാനായി ദൈവസന്നിധിയിൽ രാവും പകലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ശിഷ്യന്മാർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ അവർ ദൈവത്തോട് തീരുമാനമെടുക്കുന്നവരായി തീരുന്നു. ഹാലയിൽ ഒരു വേദഭാഗം വായിക്കാം. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം വായിച്ചേ. അടുത്ത വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഹല്ലേലൂയ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 37 മുതലുള്ള വേദഭാഗങ്ങളാണ് നമ്മുടെ വായിച്ച് ഇടയായി തീർന്നത്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ജയിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ പകൽ ദൈവമക്കളെ, ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം ഹല്ലേലൂയ നമ്മുടെ മേൽ ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും 35-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 35-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ അജ്ഞതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുക്കാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
37 വാക്യം വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. 5 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ. ഒരു ക്വസ്റ്റ്യനാണ്, അഥവാ ഒരു വെല്ലുവിളിയുടെ ഒരു വേടാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ചിലതിനൊക്കെ വേർപിരിക്കുവാനായിട്ട് കഴിയും. പക്ഷേ അത് കഴിയാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനെ ജയിക്കുന്ന, അഥവാ വെല്ലുവിളിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിയാതെ ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒന്നാമതായിട്ട് അപ്പോസ്തലനായ പൗലോസ് വെല്ലുവിളിക്കുന്നത് കഷ്ടതയാണ് വെല്ലുവിളിക്കുന്നത്. എന്ന പലരും വെല്ലുവിളിക്കുന്നത് പോലെ ആത്മീയത്തിൽ അപ്പോസ്തലനായ പൗലോസ് വെല്ലുവിളിയോടെ മുന്നോട്ട് പോവുകയാണ്. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് വേർപിരിക്കുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. അടുത്ത വാക്യം, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ കാര്യങ്ങൾ ദൈവത്തെ. അപ്പോൾ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 2-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചേ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പൂർണ്ണ ജയാളികളായി തീരുന്നവരായി തീരണം. 2 കൊരിന്ത്യർ ലേഖനം 2-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് വായിച്ചേ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവം തന്നെ കർത്താവ് എന്ത് ചെയ്യാണ്? എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായിട്ട് നടത്തുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ അനുഭവമുള്ളവരൊന്നുകൂടെ ദൈവത്തെ സൂചിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പൂർണ്ണ ജയാളികളായി തീരണമെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതയെ നമ്മൾ പൂർണ്ണമായി ജയിക്കുന്നവരായിരിക്കണം. സ്തോത്രം. കഷ്ടതയെ ജയിച്ച് അതിന്റെ മേൽ ജയം കൊള്ളുന്നവരായിരിക്കണം. കഷ്ടതയെ ഹല്ലേലൂയ പൗലോസ് വെല്ലുവിളിക്കുകയാണ്. കഷ്ടതയെ എന്നെ നിനക്ക് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അല്പം പോലും വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. ഇതിന്റെ മേൽ പൂർണ്ണമായി ജയം പ്രാപിക്കാത്തവർക്കും ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്തവർക്കും കഷ്ടതയെ ജയിക്കുവാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അനവധി കഷ്ടങ്ങൾ കടന്നു വരും. അപ്പോസ്തലപ്രവൃത്തി 14-ാമത്തെയും 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുന്നുണ്ട്. പെട്ടെന്ന് വായിക്കണേ. ഹല്ലേലൂയ. സമയം നമ്മുടെ മുന്നിൽ വളരെ കുറവായിരുന്നുകൊണ്ട് നമ്മൾ വേദഭാഗങ്ങളൊക്കെ പെട്ടെന്ന് വായിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പൗലോസിന്റെ ജീവിതത്തിലൊക്കെ കഷ്ടതയും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ വന്നതായ സമയം അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വേർഡ് വായിച്ചാട്ടെ. 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചും പോകുന്നു. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രതികൂലങ്ങളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി, ഉപദ്രവങ്ങളുണ്ടായി, ഞെരുക്കങ്ങളുണ്ടായി, അടികിട്ടുന്നതായ അനുഭവങ്ങളുണ്ടായി. ഹല്ലേലൂയ. മരിച്ചു എന്ന് വിചാരിച്ചെടുത്ത് ദൂരെ കളഞ്ഞതായ അനുഭവങ്ങളുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, വിശ്വാസത്തിൽ നിലനിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റാതെ വണ്ണം പലവിധമായ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അപ്പോൾ പൗലോസ് പറയുകയാണ്, ദൈവമക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. 1 അല്ല 2 അല്ല 3 അല്ല, അനേകം കഷ്ടങ്ങളിൽ കൂടെ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനസ്സിന് ഉറപ്പില്ലാത്ത ഒരു വ്യക്തി കഷ്ടത വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ കർത്താവിനെ വിട്ടു പോകുവാനിടയായി തീരും. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നാം അനേകം കഷ്ടങ്ങളിൽ കൂടെയാണ് ദൈവരാജ്യത്തിൽ കടന്നു പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കഷ്ടത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമില്ല അല്ലേ?
ദൈവം നമ്മളെ കഷ്ടതയിൽ കൂടെ കടത്തിവിടുന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. വെറുതെ ദൈവം നമ്മളെ കഷ്ടതയിൽ കൂടെ കടത്തിവിടത്തില്ല. റോമർക്കെതിരെ 5-ാം അധ്യായത്തിൽ നമുക്ക് അങ്ങനെ ഒരു വാക്യം കാണാൻ കഴിയുന്നുണ്ട്. വായിച്ചാട്ടെ, റോമർക്കെതിരെ 5-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിച്ചേ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വായിച്ചേ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് എല്ലാവിധ കഷ്ടതകളിലും പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും. സിദ്ധത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താ. നമ്മൾ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ ഓരോ വേർഷനിലും ഓരോ വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഈ ഇംഗ്ലീഷ് വേർഷനിൽ എഴുതിയിരിക്കുന്നത് ക്യാരക്ടർ എന്നുള്ള വേർഡാണ്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സ്വഭാവം അഥവാ ദൈവികമായ സ്വഭാവത്തെയും, സിദ്ധത അടുത്ത് പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അപ്പൊ കഷ്ടത സഹിഷ്ണുത. അപ്പൊ കഷ്ടതയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സഹിഷ്ണുതയുള്ളൂ, സഹിഷ്ണുതയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവിക സ്വഭാവമുള്ളൂ, ദൈവിക സ്വഭാവമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവികമായ പ്രത്യാശയുള്ളൂ. ഈ പ്രത്യാശ അഥവാ ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ കഷ്ടങ്ങളിൽ പ്രശംസിക്കണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നത്? ഹല്ലേലൂയ. പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉളവായി വരുന്നത് കൊണ്ട് നാം കഷ്ടത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ അതിൽ പ്രശംസിക്കുന്നവരായി തീരണം. മേളിൽ നമ്മൾ വായിച്ചു, നമ്മൾ ദൈവത്തിന്റെ തേജസ്സിൽ പ്രശംസിക്കുന്നവരായിരിക്കുന്നു. അതുപോലെ തന്നെ നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഷ്ടത വരുമ്പോൾ നമ്മൾ പെറുപെറുക്കരുത്, ഞെരുക്കങ്ങൾ വരുമ്പോൾ പിറുപിറുക്കരുത്, നിരാശകൾ കടന്നു വരുമ്പോൾ പിറുപിറുക്കരുത്, നമ്മൾ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പിറുപിറുക്കരുത്, നമ്മൾക്കെതിരായി നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ പിറുപിറുക്കുന്നവരായി തീരുന്നത്. ആ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു വ്യക്തി കഷ്ടത കടന്നു വരുമ്പോൾ നമ്മൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരായി തീരണം. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മൾ സന്തോഷിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് അങ്ങനെ ഒരു വാക്യം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 10, 11, 12 വാക്യങ്ങൾ വായിച്ചേ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഹല്ലേലൂയ, എൻ്റെ നാമനിമിത്തം നിങ്ങളെ ഉപദ്രവിക്കുകയും പഴിക്കുകയും എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണ്? നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. സ്തോത്രം. നമ്മളെക്കുറിച്ച് നല്ലത് പറയുമ്പോഴെന്നല്ല എഴുതിയിരിക്കുന്നത്. നമുക്കെതിരായിട്ട് നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങളാരാ? അനുഗ്രഹിക്കപ്പെട്ടവർ. ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ബ്ലസ്സഡ് പീപ്പിൾസ് എന്നാണ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചേ. സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. ഹല്ലേലൂയ. സന്തോഷിക്കണമെന്നല്ല, അതിനെക്കൊണ്ട് കുറച്ച് ഹൈ ലെവലാണ് സന്തോഷിച്ച് ഉല്ലസിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മളെ കൊണ്ട് കളവായി പറയുന്നതായ സമയത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയുമോ? ഇല്ല അല്ലേ?
നമ്മൾ വളരെ നിരാശപ്പെട്ട് വളരെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മളായിത്തീരും. നമ്മളങ്ങ് ഒതുങ്ങിപ്പോകും. നമുക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ നിരാശപ്പെട്ടു പോകും, അല്ലേ? പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു അങ്ങനെയല്ല. നിങ്ങൾ ഹല്ലേലൂയ പിശാച് നിങ്ങൾക്കെതിരായിട്ട് വലിയ വാക്കുകൾ, നിങ്ങൾക്കെതിരായിട്ട് ഹല്ലേലൂയ അഗ്നി ശരങ്ങൾ എഴുതി വിടുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവവേദനേ അല്ലെ, നിനക്കെതിരായിട്ട് വരുന്ന ഓരോ വാക്കുകളുടെ മധ്യത്തിലും നീ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന വ്യക്തിയായി തീരണം, സന്തോഷിച്ച് ഉല്ലസിക്കുന്ന വ്യക്തിയായി തീരണം. കാരണം എന്താണ്? സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം വലുതാണ്. നമുക്കുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവരങ്ങനെ ചെയ്തുവല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ സന്തോഷിച്ച് ഉല്ലസിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമുക്കെതിരായിട്ട് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ശകാരത്തിന് പകരം ശകാരം പറയാതെയും ദോഷത്തിന് ഹല്ലേലൂയ ദോഷം ചെയ്യാതെയും ഇരിപ്പീൻ. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ഹല്ലേലൂയ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് അഥവാ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് നിങ്ങളെ വിളിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. അതെ, 1 പത്രോസ് 3-ാം അധ്യായം 8-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. 8, 9, 10 പെട്ടെന്ന് വായിച്ചേ. സ്തോത്രം. എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പീൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമ്മളെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. നമ്മൾ അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണം? പറഞ്ഞേ. അനുഗ്രഹിക്കുന്നവരായിരിക്കണം. സ്തോത്രം. നമ്മളെ മറ്റുള്ളവർ അല്ലെങ്കിൽ ശപിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ശപിക്കരുത്. നമ്മളെ ശകാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? തിരിച്ച് ശകാരിക്കരുത്. നമുക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയരുത്. നമ്മൾ എന്ത് ചെയ്യണം? വലിയ ബുദ്ധിമുട്ടല്ലേ ഇതൊക്കെ അനുസരിക്കാൻ? സ്വർഗത്തിലെ അല്പസമയം മൗനം എന്ന് പറഞ്ഞ പോലെ എല്ലാവരും മൗനമായിരിക്കുക. പക്ഷെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു, അത് നമ്മൾ അനുസരിച്ചേ പറ്റൂ. സ്തോത്രം. അങ്ങനെ നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ ബ്ലെസ്സിങ്സ് ദൈവം നമ്മുടെ മേൽ പകരും. സ്തോത്രം. അതാണ് ഒരു ആത്മീയ മർമ്മം എന്ന് പറയുന്നത്. നമുക്കെതിരായി ആരെങ്കിലും എന്തെങ്കിലും എഴുതുമ്പോൾ നമ്മൾ അതിൽ തിരിച്ചെഴുതരുത്. അങ്ങനെ ഇന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പദവികൾക്ക് വേണ്ടി, നീതിമാനാണെന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാനൊരു വിശുദ്ധനാണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പലരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. പൗലോസിന്റെ ജീവിതത്തിൽ ഒരിക്കൽ അണലി വന്ന് പിടിക്കാനായിട്ട് ഇടയായി തീർന്നു, അല്ലേ? അപ്പോൾ അവിടെയുള്ളവർ പറയുകയാണ്, ഇവനൊരു കൊലപാതകനാണ്, അവൻ രക്ഷപ്പെട്ടിട്ടും നീതി ദേവി അവനെ വിടുന്നില്ല. അപ്പോൾ പൗലോസ് എന്താ ചെയ്തത്? അല്ല, ഞാനൊരു കൊലപാതകനല്ല, ഞാനൊരു വിശുദ്ധനാണെന്ന് പറഞ്ഞു? ഇല്ല, ഒന്നും പറഞ്ഞില്ല. പൗലോസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് അവന്റെ ശരീരത്തിൽ അഥവാ അവന്റെ കൈക്ക് കടിച്ചതായ അണലിയെ തീയിൽ കുടഞ്ഞു കളയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി അവൻ പ്രാപിക്കുവാനായിട്ടിടയായി തീർന്നു. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമുക്കെതിരായിട്ട് മറ്റുള്ളവർ പറയുമ്പോൾ ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആത്മാവിന്റെ ശക്തി നമ്മളേക്ക് പകർന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. അവർ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്, അവരുടെ മനസ്സ് മാറി ഇവനൊരു വിശുദ്ധനാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
മറ്റുള്ളവരുടെ മനസ്സിനെ മാറ്റുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ഇവനൊരു കൊലപാതകനാണ്, ഇവൻ തെറ്റുകാരനാണ്, ഇവൻ ഭാവിയാണ്. അതുകൊണ്ടാണ് അവന്റെ കൈക്ക് അണലി അല്ലെ കടിച്ചു തൂങ്ങി കിടക്കുവാനിടയായി തീർന്നത്. അവൻ ഇപ്പോൾ ചത്തു വീഴും, അവൻ ഇപ്പോൾ മരിച്ചു വീഴും. അവന്റെ ശുശ്രൂഷ ഇതോടൊപ്പം തീർന്നു, ഫിനിഷ്. അവന്റെ അഡ്രസ്സേ കാണത്തില്ല, അവൻ ഈ ദേശത്ത് കാണത്തില്ല, അവൻ ഈ രാജ്യത്ത് കാണത്തില്ല എന്ന് കരുതിയിരുന്ന ആ ബർബരന്മാരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം അവിടെ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വിരോധമായിട്ട് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിനക്ക് വിരോധമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. ആയുധങ്ങൾ ഉണ്ടാക്കും, പക്ഷേ ഫലിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് വിരോധമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കുക, കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക, അപമാനപ്പെടുത്തുക. ഹല്ലേലൂയ. അപമാനങ്ങൾ അല്ലെ, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ അപമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, സ്തോത്രം, 6-ാം അധ്യായം അതിന് 3 മുതൽ വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. 2 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഖേദം കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, നാം അവിടെ അപ്പോസ്തലന്മാര് ദൈവത്തിന്റെ സന്നിധിയിൽ ശുശ്രൂഷകന്മാരായി എങ്ങനെയാണ് അവർ കാണിച്ചതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ബഹുസാക്ഷരത അവിടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കഷ്ടം, ഞാൻ വായിക്കാം. ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട്, അടുത്ത വാക്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം, മാന അപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും, ഹല്ലേലൂയ, ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ. ഹല്ലേലൂയ. അതിന് മേലുള്ള ഒരു വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. മാനവും അപമാനവും ദുഷ്കീർത്തിയും സൽകീർത്തിയും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഹല്ലേലൂയ. ഒന്നുകൂടെ വാക്യം ഞാൻ വായിക്കുകയാണ്. ദുഃഖിതരെങ്കിലും, നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞേ, ദുഃഖിതരെങ്കിലും. നമ്മളെപ്പോഴും സന്തോഷിക്കുന്നവരാണോ? ആണോ? ഓക്കെ. വല്ലപ്പോഴും അല്ലല്ലോ. എന്തെങ്കിലും സമൃദ്ധി നമുക്ക് കിട്ടുമ്പോഴാണോ? എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ കിട്ടുമ്പോഴാണോ? അല്ല. ഒരു ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുണ്ട് എങ്കിലും മറ്റുള്ളവർ നമ്മുടെ ദുഃഖം കാണുന്നില്ല, നമ്മുടെ സന്തോഷമാണ് അവർ കാണുന്നത്. ഹല്ലേലൂയ. അപ്പം ദുഃഖിതരാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്? എപ്പോഴും സന്തോഷിക്കുന്നവർ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത്, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ. ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പക്ഷേ മറ്റുള്ളവർക്ക് കൊടുത്ത് നമ്മൾ ആ ദാരിദ്ര്യത്തിന്റെ മധ്യത്തിലും മറ്റുള്ളവരെ സഹായിച്ച് നമ്മൾ മറ്റുള്ളവരെ സമ്പന്നരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാണുകയാണ്, ഒന്നുമില്ല എങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഹല്ലേലൂയ. മക്കതോന്യ സഭകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ നമുക്ക് അവിടെ ഇപ്രകാരം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. വായിച്ചേ. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും, വളരെ ശ്രദ്ധിക്കണേ, കഷ്ടതയിൽ അവർക്ക് എന്തുണ്ടായിരുന്നു? സന്തോഷത്തിന്റെ സമൃദ്ധി ഉണ്ടായിരുന്നു. മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യവും കാണിപ്പാൻ കാരണമായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ മക്കതോന്യ സഭകൾക്ക് ലഭിച്ചതായ ദൈവകൃപ എന്ന് പറയുന്നത് കഷ്ടത എന്ന കഠിന ശോധനയിൽ കൂടെ കടന്നുപോയിട്ടും അവർക്ക് സന്തോഷത്തിന്റെ സമൃദ്ധി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ.
നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലേ, ദൈവമേ എനിക്ക് കൃപ തരണേ, കൃപ തരണേ എന്ന്. മക്കതോന്യ സഭകൾക്ക് ലഭിച്ചതായ ദൈവകൃപ എന്തായിരുന്നു? കഷ്ടതയും കഠിന ശോധനയിൽ കൂടെ അവർ കടന്നുപോയപ്പോൾ അവർ വളരെയധികം സന്തോഷിക്കുന്നവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയുടെ മധ്യത്തിൽ പിറുപിറുക്കാനൊന്നും ദൈവകൃപയുടെ ആവശ്യമില്ല, സങ്കടപ്പെടാനായിട്ട് ദൈവകൃപയുടെ ആവശ്യമില്ല. പക്ഷേ കഷ്ടതയുടെ മധ്യത്തിൽ സന്തോഷിക്കണമെങ്കിൽ ദൈവകൃപ ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കൾക്ക് ദൈവം തരുന്ന ദൈവകൃപ എന്ന് പറയുന്നത് സന്തോഷിക്കുവാനുള്ള ദൈവകൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യത്തിലും ദൈവമക്കൾ സന്തോഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. മഹാദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ധാരാളം ഔദാര്യം കാണിപ്പാൻ അവർ കാരണമായി തീർന്നു. കാരണം എന്താണ്? അവരുടെ മേൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവകൃപ ഒരു ദൈവവേദന മേലുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും? ആ വ്യക്തി എപ്പോഴും സന്തോഷിക്കുന്ന വ്യക്തിയായി തീരും. ആ വ്യക്തി മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ചെലവിടുന്നതായ വ്യക്തിയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ഇല്ലായ്മയുടെ മധ്യത്തിൽ സന്തോഷിക്കുന്നതായ ഒരു ദൈവകൃപ ദൈവം നമ്മുടെ മേൽ പകരട്ടെ. ഹല്ലേലൂയ. ആദ്യ നൂറ്റാണ്ടിൽ മക്കതോന്യ സഭകൾക്ക് ലഭിച്ചതായ അതേ ദൈവകൃപ ഇന്ന് പകൽ ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഹല്ലേലൂയ, ആത്മാവിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും, ആത്മാവിൽ ആരാധിക്കുവാനായിട്ട് കഴിയും, ആത്മാവിൽ ആനന്ദിക്കുവാനായിട്ട് കഴിയും, ആത്മാവിൽ നമുക്ക് നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിക്കുന്ന ആത്മീയ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഭാരപ്പെടുന്നവരായിട്ടല്ല. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അവിടെ അന്നുണ്ടായിരുന്ന മത നേതാക്കന്മാർ അവരെ വളരെയധികം അടിക്കുകയും ഉപദ്രവിക്കുകയും തല്ലുകയും തടവിലാക്കുകയൊക്കെ ചെയ്തതായ സമയത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇനി ഒരിക്കലും സംസാരിക്കരുത്. അപ്പോൾ അവർ പറഞ്ഞു, ഹല്ലേലൂയ, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. അവർ ഓരോ ദിവസം തോറും വീട് തോറും ദൈവാലയത്തിലും കയറിയിറങ്ങി അവർ യേശുവിൻ്റെ വചനം പറയുവാനായിട്ടിടയായി തീർന്നു. എന്നിട്ട് അവർ ഇപ്രകാരം പറഞ്ഞു, തിരുനാമത്തിന് വേണ്ടി അപമാനം ഏൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ തിരുനാമത്തിന് വേണ്ടി ചില സമയങ്ങളിൽ ദൈവമക്കളെ നമുക്ക് അപമാനം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സന്തോഷിക്കുന്നവരായി തീരണം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ ഞങ്ങളെ യോഗ്യരായി എണ്ണി എന്നാണ്. സ്തോത്രം. അപ്പൊ ദൈവനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ യോഗ്യരാക്കി തീർക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി വളരെ സന്തോഷത്തോടെ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് യാത്ര ചെയ്യുക. ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. നമ്മൾ ആദ്യം വായിച്ചതായ വേദഭാഗം ഇങ്ങനെയാണ്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ? അപ്പൊ കഷ്ടതയ്ക്ക് എന്നെ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നുകൂടെ വായിച്ചേ. 2 കൊരിന്ത്യർ ലേഖനം 4:7, 8, 9. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം നമ്മുടെ മൺപാത്രങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം. അടുത്ത വാക്യം, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ അത്യന്ത ശക്തി അവരുടെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് സകല വിധത്തിലുള്ളതായ കഷ്ടമത്വത്തിൽ അവർ ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ദൈവത്തിന്റെ അത്യന്ത ശക്തി അവരുടെ മേൽ വ്യാപരിക്കുന്നവരായതുകൊണ്ട് ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവർ നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. കാരണം എന്താണ്? ദൈവത്തിന്റെ അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിലേക്ക് പകർന്നിരിക്കുകയാണ്. ഇന്ന് പകൽ ദൈവവേദനയെ നിന്റെ മേൽ അത്യന്ത ശക്തി പകരുമ്പോൾ നീ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും നീ ഇടുങ്ങിയിരിക്കുന്നില്ല. നീ ഒരു വിശാലമായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ കാശില്ലാതെ വന്നാലും ഒന്നുമില്ലാതെ വന്നാലും ദൈവത്തിന്റെ കൃപ അത്യന്ത ശക്തി നിന്നിലേക്ക് വ്യാപരിക്കുമ്പോൾ നിനക്ക് ഇടുങ്ങിയിരിക്കുവാൻ കഴിയില്ല. കാരണം എന്താണ്? നിന്റെ മേൽ വ്യാപിച്ചിരിക്കുന്ന കൃപ അത്യന്ത ശക്തിയാണ്. അത് പ്രതികൂലങ്ങളുടെ മധ്യേ, പ്രതിസന്ധികളുടെ മധ്യേ തരണം ചെയ്ത് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ വേണ്ടിയാണ്. ദൈവമക്കളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവകൃപയുണ്ടല്ലോ, അതിൽ പിശാച് ഒതുക്കിയാലും അവിടെ ഒതുങ്ങാതെ അതിനെ തരണം ചെയ്തുകൊണ്ട് അതിന്റെ അപ്പുറത്ത് ജയാളികളായി തീരാൻ വേണ്ടിയാ.
പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ദുഃഖിതരെങ്കിലും സന്തോഷിക്കുന്നവർ. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഈ ചെവിയിൽ കൂടെ കേട്ട് ഈ അപ്പുറത്തോടെ കളയുക എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒന്ന് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കാരണം കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത് കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയാണ്, കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഏത് സാഹചര്യങ്ങളും ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത് പോലെ, എങ്കിലും ഒന്നുമില്ലാതെ വന്നാലും എങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ആനന്ദിക്കുവാൻ വേണ്ടി, ദൈവത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടി, കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താൻ വേണ്ടി കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ദാവീദ് സിക്ലാഗിലായിരുന്നപ്പോൾ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നതെല്ലാം നശിച്ചു പോയി. ഹല്ലേലൂയ. ആടുമാടുകളെയൊക്കെ ഹല്ലേലൂയ മല്ലന്മാരൊക്കെ കൊണ്ടുപോയി, ശത്രുക്കൾ കൊണ്ടുപോയി. ആ സമയത്ത് അവിടെ ഒരു വാക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദാവീദോ വലിയ കഷ്ടത്തിലായി. പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേലിന്റെ പുസ്തകം 30-6 മുതൽ നമ്മൾ വായിക്കാം. 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ അത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദാവീദ് എന്ത് ചെയ്തു? വലിയ കഷ്ടത്തിലായി. ചില സമയത്ത് നമ്മൾ കഷ്ടത്തിലാകും. ഈ കഷ്ടമുണ്ട്, വലിയ കഷ്ടമുണ്ട്. ദാവീദ് വലിയ കഷ്ടത്തിലായപ്പോൾ ദാവീദ് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? 6-ാമത്തെ വാക്യം വെച്ചേ. 1 ശമൂവേൽ 30-6. ദാവീദ് വലിയ കഷ്ടത്തിലായി. ആ ആ ആ ആ ദാവീദ് തന്റെ ദൈവമായ യഹോവയിങ്കൽ ധൈര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാവീദ് വലിയ കഷ്ടത്തിലായപ്പോൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ദാവീദ് ചെയ്തതുപോലെ യഹോവയിങ്കൽ ധൈര്യപ്പെടണം. അത് മാത്രമല്ല, ദാവീദ് ചെയ്തത് കരയുവാൻ ബലമില്ലാതാകുവോളം ദൈവസന്നിധിയിൽ അവൻ ഉറക്കെ കരയുവാനിടയായി തീർന്നു. പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ മനുഷ്യന്റെ മുമ്പിലല്ല കരയേണ്ടത്, ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഉറക്കെ കരയുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിന് തിരികെ തരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ചിലതുണ്ട്. അത് തിരികെ ലഭിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ദാവീദ് കരഞ്ഞതുപോലെ, നിലവിളിച്ചതുപോലെ, കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരയുമ്പോൾ ഹല്ലേലൂയ ശത്രു അപഹരിച്ച പലതും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് മടക്കി തരുവാനിടയായി തീരും. ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരും. കർത്താവിനെ ആരാധിക്കുവാനിടയായി തീരാം. നമ്മുടെ ജീവിതത്തിൽ പൗലോസ് ജീവിതത്തിൽ വെല്ലുവിളിച്ചതുപോലെ കഷ്ടതയോ, അടുത്ത വാക്യം സങ്കടമോ, അല്ലേ, നമുക്ക് ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ മാറാത്തതായ ചില സങ്കടങ്ങൾ, ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അവിടെ എന്ത് ചെയ്തെന്നറിയാമോ? ആ സങ്കടത്തെ നമ്മൾ ജയിക്കുന്നവരായി തീരണം. എപ്പോഴും നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ട് നടക്കരുത്, എപ്പോഴും നമ്മൾ കരഞ്ഞുകൊണ്ട് നടക്കരുത്, എപ്പോഴും കഷ്ടതയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്, എപ്പോഴും ഉപദ്രവമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്, എപ്പോഴും ഞെരുക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഇതിനെ നമ്മൾ പൂർണ്ണമായി ജയിച്ച് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നവരായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവം നമ്മളെ കൈവിടത്തില്ല, ദൈവം നമ്മോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. യോസേഫിന്റെ ജീവിതത്തിൽ ദൈവം കൂടെയിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 7-ാം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലെ വായിച്ചേ. 9-10 വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 7-ാം 9-10. ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടെയിരുന്നു. സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽപ്പാൻ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. ഹല്ലേലൂയ. യോസേഫിനെ എല്ലാവരും ഒറ്റപ്പെടുത്തി, സഹോദരന്മാർ ഒറ്റപ്പെടുത്തി. ദൈവം എന്ത് ചെയ്യുന്നതോടെ എഴുതിയിട്ടുണ്ട്? ദൈവം അവനോട് കൂടെയിരുന്നു. അത് മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന സകല സങ്കടങ്ങളിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു. മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽപ്പാൻ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു.
ചില വ്യക്തികളുടെ മുമ്പ് നിൽക്കുവാൻ നിനക്ക് പ്രത്യേക കൃപ ദൈവം തരും. പ്രത്യേകമായ ജ്ഞാനം ദൈവം നിനക്ക് തരും. ആർക്കും ലഭിക്കാത്തതായി പ്രത്യേക സ്പെഷ്യൽ ദൈവത്തിന്റെ ജ്ഞാനം ദൈവം നിനക്ക് തരും. അല്ലെങ്കിൽ സങ്കടം നിന്റെ ജീവിതത്തിൽ കാണാതിരിക്കാൻ വേണ്ടി ദൈവം നിന്റെ കൂടെ ഇരിക്കും. ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. ദൈവം നിന്നെ ധൈര്യപ്പെടുത്തും. ദൈവം നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോസേഫിനെ മാനിച്ചതുപോലെ ദൈവവേദനെ ഒരു ദിവസം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം. ദൈവം മറ്റുള്ളവർ നിന്നെ വിറ്റ് കളഞ്ഞേക്കാം. മുറ്റം വിടക്കം തന്നെയേക്കാം. ഇന്ന് മകൾ ദൈവം ശക്തമായിട്ട് നിന്നോട് പറയുകയാണ്, ഒരു ദിവസം നിന്നെ മാനിക്കുന്ന, നിന്നെ ഉയർത്തുന്ന, യോസേഫിനെ പോലെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. നിനക്ക് ചില പ്രത്യേക പദവികൾ, ചില പ്രത്യേകമായ പൊസിഷനുകൾ ദൈവം തരാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവജനം പറയുന്നത് ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയെ മാറ്റുക അല്ലേ? ദൈവം നമ്മുടെ സ്ഥിതിയെ മാറ്റുന്നേ, ദൈവമക്കളുടെ സ്ഥിതിയെ മാറ്റുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം എൻ്റെ സ്ഥിതി മാറ്റാൻ പോവുകയാണെന്ന്. തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയെ മാറ്റുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥിതിയാണ് ദൈവം മാറ്റുന്നത്. ഓരോ ദിവസത്തോറും നിങ്ങളുടെ സ്ഥിതി മാറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ? കഴിഞ്ഞ വർഷത്തെ സ്ഥിതിയാണോ ഇപ്പോൾ നിങ്ങൾക്കുള്ളത്? അല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാ ദൈവം നിങ്ങൾ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭൗതികമായിട്ടും സാമൂഹ്യപരമായിട്ടൊക്കെ ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യോസേഫിനെ പോലെ ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും നിങ്ങൾ നിഷ്കളങ്കരായിരിക്കണം. നിങ്ങൾ വിശുദ്ധരായിരിക്കണം. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ നിർമ്മലനായിരിക്കുന്നത് പോലെ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ, അവിടെ എഴുതിയിട്ടുണ്ട്, എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. ഒന്നോ രണ്ടോ കാര്യത്തിലല്ല, നമ്മുടെ ജീവിതത്തിലുള്ള സകല കാര്യങ്ങളിലും നമ്മൾ വിശുദ്ധരായിരുന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരുവാനിടയായിത്തീരും. ഏത് കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവം അവിടെ നിന്ന് നിങ്ങളെ വിടുവിക്കുവാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിനെ യോഹന്നാനെയൊക്കെ അവർ തടവിലാക്കിയപ്പോൾ നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയുന്നത്, ഹല്ലേലൂയ, 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം എന്ത് ചെയ്തറിയാമോ? രാത്രിയിൽ തൻ്റെ ദൂതനെ അയച്ച് ആ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. അവിടെയുള്ള പടനായകന്മാരും ഹല്ലേലൂയ ചേവറുമൊക്കെ വന്ന് നോക്കിയപ്പോൾ അവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? പൂട്ട് തുറന്ന് അവരെ പുറത്ത് കൊണ്ടുവന്നിട്ട് അതേപോലെ പൂട്ടിയിട്ടു. ഹല്ലേലൂയ. മറ്റുള്ളവർ പോലെ അതിശയിപ്പിക്കത്തക്ക രീതിയിലുള്ള ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. മറ്റുള്ളവർ കാണുമ്പോൾ നീ കാരാഗ്രഹത്തിൽ കിടക്കുന്നതായിട്ട് തോന്നും. പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുകയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ, നിന്നെ നിന്ദിച്ചവരുടെ മുന്നിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ ഇന്ന് മുതൽ നിന്റെ ജീവിതത്തെ ദൈവം വ്യത്യാസപ്പെടുത്താൻ പോകുകയാണ്. ദൈവം നിന്നെ ചേഞ്ച് ആക്കാൻ പോകുകയാ. ചില വിടുതലുകൾ, ഹല്ലേലൂയ, മറ്റുള്ളവർ നോക്കി നിൽക്കത്തക്ക രീതിയിൽ തന്നെ കാരാഗ്രഹത്തിന്റെ ബന്ധനങ്ങളെ തുറന്നുകൊണ്ട്, ചില കെട്ടുകളെ അഴിച്ചുകൊണ്ട്, ചില പ്രതികൂലങ്ങളുടെ മധ്യേ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ഇന്ന് മകൾ ദൈവാത്മാവിൽ ദൈവദേവത്തോട് പറയുകയാണ്, ചില വിടുതലുകൾ നിങ്ങളുടെ മേൽ അയക്കാൻ പോകുകയാ, നിങ്ങളുടെ കുടുംബത്തിൽ അയക്കാൻ പോകുകയാ, നിന്റെ തലമുറകളെ അയക്കാൻ പോകുകയാ. ദൈവത്തിന്റെ പ്രത്യേകമായ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്നതായ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങുകയാണ്, നിന്റെ ശരീരത്തിൽ ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. നിന്റെ ശരീരത്തെ ബന്ധിക്കുന്ന ചില ബന്ധന ശക്തികളെ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുകയാണ്. ചില വിടുതലുകൾ ഇന്ന് പകൽ ദൈവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഉള്ളിൻ്റെ ഉള്ളറിലേക്ക് ആത്മാവിൻ്റെ ശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഭക്തന്മാരെ ദൂതനെ അയച്ച് വിടുവിച്ചതായ ദൈവം ഇന്ന് പകൽ ദൈവത്തിൻ്റെ ദൂതൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. വിടുതലിൻ്റെ ശക്തി നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. നീ കാരാഗ്രഹത്തിൽ കിടക്കാനുള്ള വ്യക്തിയല്ല, നീ ഇരുട്ടറയിൽ കിടക്കാനുള്ള വ്യക്തിയല്ല, നീ കുണ്ടറയിൽ കിടക്കാനുള്ള വ്യക്തിയല്ല, നീ ബന്ധനത്തിൽ കിടക്കാനുള്ള വ്യക്തിയല്ല. നീ അതിനെ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരിക, പുറത്തു വരിക. ഇന്ന് പകൽ ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരികയാണ്. സുവിശേഷ വേലക്കായിട്ട് ചിലതിനെ പുറത്തു കൊണ്ടുവരികയാണ്. ശത്രു ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ വേലക്കായിട്ട് പോകരുത്. ചില പ്രതികൂലങ്ങൾ കൊണ്ടുവന്ന്, ചില ഞെരുക്കങ്ങൾ കൊണ്ടുവന്ന്, നിനക്കറിയാം, നിന്റെ ഉള്ളിലുള്ള വിളി നിനക്കറിയാം.
പക്ഷെ നിനക്ക് പുറത്തു വരാനായിട്ട് കഴിയുന്നില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരും. ദൈവത്തിൻ്റെ വേലക്കായിട്ട് നിന്നെ പുറത്ത് കൊണ്ടുവരും. ചില ആത്മാക്കളെ നേടാൻ വേണ്ടി ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരും. ചില ബന്ധനത്തിൽ കിടക്കുന്ന ജീവിതങ്ങളെ നിന്നെ പുറത്ത് കൊണ്ടുവരാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. അല്ലെ, ദൈവം ഭൗതികമായിട്ടോ പുറമേയുള്ള കാര്യങ്ങളെ നോക്കിയല്ല ഉപയോഗിക്കുന്നത്. നിന്റെ ഉള്ളിൻ്റെ ഉള്ളറിലേക്ക് വാക്കി, നിന്റെ ആത്മഭാരത്തെ നോക്കി, നിന്റെ ആത്മദാഹത്തെ നോക്കി ദൈവം നിന്റെ മേൽ ഗിഫ്റ്റ് തരാൻ പോകുകയാണ്. പ്രത്യേക ഗിഫ്റ്റുകൾ, കൃപകൾ, വരങ്ങൾ നിന്റെ മേൽ പകർന്നിട്ട് ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വിടുതൽ ദൈവം അയക്കാൻ പോകുകയാണ്. കാരാഗ്രഹത്തിൽ കടന്നതായ പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ കാരാഗ്രഹത്തിൻ്റെ ബന്ധനങ്ങളെ അടിച്ചുകൊണ്ട് ദൈവം തൻ്റെ ദൂതനെ അയച്ച് അല്ലെങ്കിൽ 1-ാം കാവലും 2-ാം കാവലും ഇരുമ്പ് വാതിൽ വരെ തുറന്നുകൊണ്ട് അവനെ പുറത്തു കൊണ്ടുവന്നതുപോലെ നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ആത്മീയത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. പ്രാർത്ഥന നിർത്തരുത്. ഹല്ലേലൂയ. അതിൻ്റെ ലാസ്റ്റ് ടൈമിൽ ദൈവം നിന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പത്രോസിനെ പോലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മ പുറത്തു കൊണ്ടുവരികയാണ്. ദൈവം അവരെ ഉപയോഗിക്കാൻ പോവുകയാണ്. വളരെ പ്രതികൂലത്തിൽ നിന്റെ മുൻപിൽ നിൽക്കുന്ന, വളരെ പ്രതികൂലമായിട്ട് നിനക്ക് നിൽക്കുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് വിളിച്ച് വേർതിരിച്ച് അടർത്തിക്കൊണ്ടുവന്ന് കർത്താവിന്റെ വേലക്കാട്ട് വേർതിരിച്ച് വെളിയിലോട്ട് പോവുകയാ. ദൈവം ദൈവത്തിന്റെ സഭ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സ്തോത്രം. ദൈവസഭയ്ക്കെതിരായിട്ട് പാതാള ഗോപുരത്തിന്റെ ശക്തികൾ എഴുന്നേറ്റ് വരും. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. സഭ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ല. സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. സഭ പണിയുന്നത് ദൈവമാണ്. അങ്ങനെ ദൈവദാസന്മാരെ ദൈവം ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പക്ഷെ സഭ ദൈവത്തിൻ്റെതാണ്. പക്ഷെ പാതാളത്തിന്റെ ഗോപുരത്തിന്റെ ചില ശക്തികൾ എന്ത് ചെയ്യും? സഭയെ തകർക്കാൻ നോക്കും. പക്ഷെ ദൈവം പറയുന്നു, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ സഭ പണിയാൻ പോവുകയാണ്. ദൈവത്തിന്റെ സഭയുടെ പണി ദൈവം വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ സഭ വിശാലമാകാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആത്മാക്കളെ കൊണ്ട് നിറയാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് വിശ്വസിച്ചാട്ടെ. ഹോള് നിറയെ ദൈവാത്മാക്കളെ ദൈവം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ദേശത്തും ദൈവാത്മാക്കളെ തരാൻ പോവുകയാണ്. സ്നാനങ്ങൾ നടക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ജീവിതങ്ങളെ ദൈവരക്ഷയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. എല്ലാവരും ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ അല്ലെങ്കിൽ പൗലോസ് വെല്ലുവിളിച്ച് ജീവിച്ചതുപോലെ പ്രതികൂലങ്ങളെ വെല്ലുവിളിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു ശക്തി ദൈവം നിങ്ങളുടെ മേൽ പകരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഷ്ടതയോ സങ്കടമോ ആപത്തോ വാളോ നഗ്നതയോ ഇടപെടാതെ ഞങ്ങളെ കൊല്ലുകയാണ്. അറക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുകയാണ്. സ്തോത്രം. ആ സാഹചര്യം കടന്നു വന്നപ്പോൾ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഒരു ഭാഗികമായ ജയത്തിനു വേണ്ടിയല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ പൂർണ്ണമായി ജയിക്കാൻ വേണ്ടിയാ. സ്തോത്രം. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ഞങ്ങളെ എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായിട്ട് നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെ കുറിച്ച് പറയുമ്പോഴും 7 സഭകളിൽക്കും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്, ജയിക്കുന്നവൻ. അല്ലേ? ജയിക്കുന്നവൻ. എല്ലാ സഭയിലും പറയുന്നത് ഇങ്ങനെയാണ്, ജയിക്കുന്നവൻ, 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 ജയിക്കുന്നവൻ. ഹല്ലേലൂയ. തോൽക്കുന്നവരല്ല, ജയിക്കുന്നവരാണ്. സ്തോത്രം. നമ്മളെ തോൽക്കാൻ വേണ്ടി വിളിച്ചവരല്ല, നമ്മൾ ജയിക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ജയിക്കുവാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ദൈവകൃപയും ദൈവത്തിന്റെ പ്രത്യേകമായ അഭിഷേകവും ദൈവത്തിന്റെ ശക്തിയും ദൈവം നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ നീ ഭാരപ്പെടുന്ന വിഷയമുണ്ടല്ലോ, ഇപ്പോൾ നീ തോറ്റുപോകുന്നെന്ന് തോന്നുന്ന ഒരു വിഷയമുണ്ടല്ലോ, അതിന്റെ മേൽ ദൈവത്തിന്റെ ജയം ദൈവം തരാൻ പോവുകയാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ദൈവാത്മാവിന്റെ പ്രത്യേകമായ സാന്നിധ്യം ദൈവം നമ്മുടെ മേൽ പകരുകയാണ്.
പൗലോസിനെ പോലെ നമുക്കും പറയാം, ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഹല്ലേലൂയ ഒരല്പം പോലും എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവവേദന നിന്റെ ജീവിതത്തിൽ ഈ ഉറപ്പുണ്ട് എങ്കിൽ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും പ്രതിസന്ധികൾ കടന്നു വന്നാലും നീ പിന്മാറി പോകത്തില്ല. ഈ ദൈവം ഹല്ലേലൂയ നല്ല ദൈവമല്ല എന്ന് നീ പറയത്തില്ല. കാരണം നിനക്ക് ഉറപ്പില്ല. ഉറപ്പുണ്ടെങ്കിൽ നീ ഉറച്ചു നിൽക്കും. ഏത് സാഹചര്യത്തിലും കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെക്കുറിച്ച് ഏത് തിന്മയും കളവായി പറയുമ്പോൾ വലുതാകൊണ്ട് അതേപോലെ പറയണം, സന്തോഷിച്ച് ഉല്ലസിക്കണം. ഹല്ലേലൂയ. നമ്മൾ നിരാശപ്പെടാനുള്ളവരല്ല. നമ്മളിങ്ങനെ ഹല്ലേലൂയ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊട്ടാവാടി പോലെ ഇങ്ങനെ വാടിപ്പോകാൻ ഉള്ളവരല്ല, അല്ലേ? ചില ആൾക്കാരുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തൊട്ടാവാടി വാടുന്ന പോലെ വാടിപ്പോവും. അങ്ങനെ വാടുന്നൊരു ശക്തിയൊന്നുമല്ല ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. വാടാതെ നിൽക്കുന്നൊരു ശക്തി. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചാട്ടെ. നിങ്ങളുടെ മേൽ ആ ശക്തിയുണ്ട്. നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങളുടെ മേൽ ആ ദൈവശക്തിയുണ്ട്. ചില ആളുകൾ പ്രസംഗം ഇങ്ങനെ പറയാറില്ല, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന വലിയൊരു അഭിഷേകത്തിൻ്റെ ശക്തിയാ. ഹല്ലേലൂയ. ധൈര്യത്തിൻ്റെയും സുബോധത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ഭയത്തിൻ്റെ ആത്മാവിനെയല്ല, ധൈര്യത്തിൻ്റെയും സുബോധത്തിൻ്റെയും ശക്തിയുടെ ഒരു ആത്മാവിനെയാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ഭാരപ്പെടരുത്. സ്തോത്രം. ഇസ്രായേൽ മക്കൾ ഒരിക്കൽ ഭയപ്പെട്ടു പോയി. ചെങ്കടൽ കണ്ടപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ജനത്തോട് മുമ്പോട്ട് പോകാൻ പറയാൻ. അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കാനല്ല, മുൻപോട്ട് പോകാൻ പറഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ വാക്ക് കേട്ട് അവർ മുൻപോട്ട് പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? ചെങ്കടൽ രണ്ടായിട്ട് മാറി. ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ, ധൈര്യത്തോടെ, ദൈവകൃപയോടെ, പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, വിശുദ്ധിയോടെ നീ മുന്നോട്ട് യാത്ര ചെയ്യുന്നുവെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില ചെങ്കടലിന്റെ അനുഭവങ്ങളുണ്ടല്ലോ, വഴിമാറി തരും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ചെങ്കടൽ രണ്ടായി മാറിപ്പോവുകയാണ്. നിന്നെ ഉണങ്ങിയ നിലത്തുകൂടെ സ്മൂത്തായിട്ട് ദൈവാത്മാവ് നടത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാനുള്ള ഒരു വ്യക്തിയല്ല. പരിശുദ്ധാത്മാവിനാ നീ മുന്നോട്ട് പോ. പ്രൈസ് ദി ലോർഡ്. നീ നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. സ്തോത്രം. ആത്മശക്തിയോടെ ദിവസങ്ങളിൽ മുന്നോട്ട് യാത്ര ചെയ്യുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് കണ്ണടച്ചാട്ട് അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം ദൈവം നമ്മുടെ മേൽ പകരുവാനായി, ദൈവത്തിൻ്റെ കൃപ ദൈവം നമ്മുടെ മേൽ പകരുവാനായി, ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പകൽ അല്പസമയം ദൈവസേനയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പൗലോസിൻ്റെ മേൽ പകർന്ന ദൈവകൃപ, യേശുവിൻ്റെ മേൽ പകർന്നതായ ദൈവകൃപ, മോശയുടെ മേൽ പകർന്നതായ ദൈവകൃപ, ആത്മാവിൽ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ടിടയായി തീരും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു സാന്നിധ്യം ദൈവം നമ്മുടെ മേൽ പകരട്ടെ. മാർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇറങ്ങിയ അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആള് മാറിയതുപോലെ, പുതുവീഞ്ഞ് കുടിച്ച് മത്തരായിരിക്കുന്നത് പോലെ ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ, ആത്മാവിന്റെ നിറവിൽ അവരായി തീർന്നപ്പോൾ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വ്യാപരിച്ചതുപോലെ, ദൈവത്തിന്റെ കൃപാവരങ്ങൾ അവരുടെ മേൽ വ്യാപരിച്ചതുപോലെ ഇന്ന് ആത്മാവിൽ നീ ആരാധിക്കുമ്പോൾ, ആത്മാവിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ പുതുവീഞ്ഞ് കുടിച്ച് മത്തരായിരുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകാനിടയായി തീരാ. തന്റെ ദാസന്മാർ ആത്മവിവശനായി തീർന്നതുപോലെ ആത്മാവിന്റെ പൂർണ്ണ കൺട്രോളിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ആത്മനദിയിലേക്ക് ഇറക്കി കൊണ്ടുപോവുകയാണ്. നിന്നിൽ നിന്ന് ചില ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിച്ച് ചില സ്ഥലങ്ങളിലേക്ക്, ചില രാജ്യങ്ങളിലേക്ക്, ചില കുടുംബങ്ങളിലേക്ക്, ചില വ്യക്തികളുടെ അടുക്കലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ അയച്ച് ചില വ്യക്തികൾ അവിടെ നിന്ന് അടർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട്, ചില കുടുംബങ്ങളെ വിടിവിക്കുവാൻ വേണ്ടിയിട്ട്, ചില ജീവിതങ്ങളെ വിടിവിക്കാൻ വേണ്ടിയിട്ട്, ചില ബന്ധനത്തിലായിരിക്കുന്ന വ്യക്തികളെ ബന്ധനത്തെ അടിച്ചു പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോകുകയാ. പരിശുദ്ധാത്മാവിനെ വഹിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം നിന്റെ മേൽ പകരുകയാണ്. ഇന്ന് പകൽ ദൈവാത്മാവിനെ ഒന്നുകൂടെ സമർപ്പിച്ച് കൊടുത്താട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പകരുകയാണ്. നിങ്ങളറിയാതെ തന്നെ ഒരു ദൈവശക്തി നിങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹാലേലൂയ. ദൈവാത്മാവിൻ്റെ ഫുൾ കൺട്രോളിലേക്ക് നിങ്ങളായിത്തീരാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫുൾ നിറവിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പോകുകയാണ്. ദൈവാത്മാവിനാൽ ഹാലേലൂയ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതികൂലങ്ങളെ തരണം ചെയ്യുന്നവരായി തീരണം. പൗലോസ് പറഞ്ഞതുപോലെ പൂർണ്ണ ജയം പ്രാപിക്കുന്നവരായി തീരണം. ഓളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും, തിരമാലകൾ കടന്നു വരും. ഹാലേലൂയ. തിരമാലകളെ, കൊടുങ്കാറ്റിനെ, ഈശാനമലൻ കൊടുങ്കാറ്റിനെ വരെ ശാന്തമാക്കുന്ന ഒരു ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ദൈവം നിങ്ങളുടെ മേൽ പകരുകയാണ്. പ്രതികൂലങ്ങളെ മാറ്റിക്കുന്ന, പ്രതിസന്ധികളെ മാറ്റിത്തരുന്ന, ഉണങ്ങിയ നിലത്തുകൂടെ മുന്നോട്ട് നടത്തുന്നവരെ ദൈവാത്മാവിന്റെ ശക്തി ദൈവം നിങ്ങളുടെ മേൽ പകരുകയാണ്. ദൈവത്തിന്റെ കൃപ ദൈവം നിങ്ങളുടെ മേൽ പകരുകയാണ്. നിങ്ങളിങ്ങനെ നിൽക്കുവാനുള്ളവരാ, മുന്നോട്ട് പോകുവാനുള്ളവരാണ്, പുറകോട്ട് പോകാനുള്ളവരല്ല. നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചതാണ്. അനേക മക്കളെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെ വിളിച്ചതാണ്. എല്ലാവരും ഒന്ന് ആത്മാവിൽ ആരാധിച്ചാട്ടെ. കരങ്ങളെ അടിച്ച് അന്യഭാഷയിൽ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ സകല ബന്ധനങ്ങളെ അടിക്കുന്ന, സകല പോരാട്ടങ്ങളെ തകർക്കുന്ന, സകലവിധ ശക്തികളെ, ദുരാത്മാവിന്റെ മണ്ഡലങ്ങളെ തകർക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തിയിലേക്ക് ദൈവം നമ്മളെ നയിക്കുകയാണ്. Hamdal janari velka baraga shasi kevika rigan kamana gata riga sike baraga Hamdal janari valaga shave raga siya rike rebikara valaga യേശുവിൻ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, രോഗത്തിന്റെ ആത്മാക്കൾ മാറട്ടെ, ഭൗതിക മണ്ഡലങ്ങൾ തുറന്നു വരട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ മാറിപോട്ടെ. Udara kamana shamte niga gasike ribalava udara balava shamdana ribana gadara banaga siara banaga gadara banaga shabala gadara bana askara dagal kamana gadara banaga shamte ribana gadara banaga gadara adagara badavara balava shamte riba ragada rabana shabara ragade udagara badavara balava shamdal jeena maramdala judaga rachala haskaba rabdala juda manamdala യേശുവിൻ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, വീര്യപ്രവൃത്തികൾ സംഭവിക്കട്ടെ. കുടുംബങ്ങളിൽ വ്യത്യാസങ്ങൾ വരട്ടെ, കുടുംബങ്ങളിൽ സ്വസ്ഥത വരട്ടെ, കുടുംബങ്ങളിൽ സമാധാനം വരട്ടെ. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ.